അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാവണൻ. എന്റെ ജാനുവിന് ഇവരെന്താ ചെയ്യാ? ഞാൻ ജാനൊന്നും ചെയ്യാവില്ലേ? ജാനു ഇങ്ങനെ മാറി നിക്ക് ജാനു. എന്റെ അമ്മച്ചിയേ സ്വത്രം. ഞാനിപ്പോ എവിടെയാ? എന്താ സംഭവിച്ചത്? എന്ത് നേരത്താണ് അവളുടെ മേൽ താൻ കൈ വെച്ചേ? ഇയാൾ വലിയ വർമ്മയും കൂർമ്മയൊക്കെ ആയിരിക്കും, പക്ഷെ എന്റെ മുമ്പിൽ വേണ്ട. ഇയാൾ ഇനി മേലെ അവളിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുള്ളൂ. സത്യമായിട്ട് അരിഞ്ഞളയും ഞാൻ. വാട്ട്? ഹലോ, ഞാൻ എന്ത് ചെയ്തു വന്നിട്ടാ? ഓവർ ഡ്രാമ ഇറക്കടാ. ഇനി മേലെ ജാനുവിന്റെ പിന്നാലെ വരെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ഇയാൾ എന്ത് ചെയ്യുന്നു എനിക്കെന്നെ അറിയില്ല. മാറി നിന്ന് ജാനു വാ, നമുക്ക് പോവാം. എടി, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ട് ഞാൻ താൽക്കാലം ദൂരെ ഇരിക്കാൻ വേണ്ടി. ഇതിപ്പോ ഞാൻ വന്നില്ലെങ്കിൽ അവൻ നിന്നെ എന്ത് ചെയ്യണ്ടെന്ന് നിനക്ക് വല്ല ധാരണ ഉണ്ടോ? ഇവളെന്തിനാ ഒറ്റയ്ക്ക് വെച്ചിരിക്കണേ? വട്ടായോ ഈശ്വര? ഡി ജാനു, ജാനു ചെവി കേൾക്കണ്ടേ? ജാനു ഡി, എന്താ എന്താ പറ്റി? ഡി കിളി വെട്ട പോലെ ഇരിക്കേണ്ട നീ എന്തിനാ ഇളിച്ചെന്ന് പറ? ഭയങ്കരമായിട്ട് ഇളിയായിരുന്നല്ലോ. ഒന്നുമില്ല, ചുമ്മാ ചിരിച്ചതാ. എന്തൊക്കെ പറഞ്ഞാ ഇളി അത്ര പന്തിയുള്ളൂ അല്ലായിരുന്നു. ശരി, വാ പോവാ. അയ്യോ, എന്ത് പറ്റി? വീണ? എന്താ പറ്റി? ആരെയും അടിച്ചോ? എന്താ പറ്റി? അല്ല, എനിക്ക് അസൈൻമെന്റ് എടുത്തോന്നൊരു ഡൗട്ട്. ഒരു കാര്യം ചെയ്യും, എന്റെ ബാഗും കൊണ്ട് ക്ലാസ്സിലേക്ക് പോയിട്ട് അസൈൻമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യോ? എന്റെ പൊന്നെ തങ്ക കുടമേ, ഇങ്ങനൊന്നും ശത്രുക്കളോടും ചെയ്യരുതടി. ചെയ്തു തരാടി, ചെയ്തു തരാം. ഉയർന്നൻപൻ, ഉയർന്നൻപൻ. ചായയിലെ ചായപ്പൊടി, കാപ്പിയിലെ കാപ്പിക്കുരുവേ, പ്ലീസ്. ഞാൻ ചെയ്തു തരാം. സോപ്പിട്ട് താക്കണ്ട, ഞാൻ നോക്കിയിട്ട് വരാം പോയിട്ട്. എന്നാലും ജാനു, നീ ചെയ്ത് തെറ്റാണ്. ശത്രുവിനെ വായി നോക്കിയിട്ട് ഇറ്റ് ഈസ് വലിയ കുറ്റം. നമ്മളൊരു കോമറഡാണ്, നമ്മളൊരു യോദ്ധാവാണ്. സ്വന്തം ശത്രുവിനെ വായി നോക്കിയിട്ട് വന്നിരിക്കുന്നു. സ്വന്തമായിട്ട് നാണോ മാനില്ലാത്ത നിന്നെ പോലെ. உன்விழியில் விழுந்தேன், விண்வெளியில் பறந்தேன், கண்விழித்து சொப்பனம் கண்டேன், உன்னாலே கண்விழித்து சொப்பனம் கண்டேன். എന്നാലും അല്ല, വേണ്ട, ശത്രുവാണ് ശത്രു. ഒരു സഖാവാണ്. ഈ കോളേജിനെയും ഈ രാജ്യത്തിനെയും ഞാൻ അയാളുടെ നിന്ന് രക്ഷപ്പെടുത്തണം. ശരിക്കും എൻ്റെ ഉത്തരവാദിത്വം. ഇല്ലാണ്ട് അയാളുടെ കണ്ണും മൂക്കും കാണിച്ച് നമ്മൾ വളയാൻ പാടില്ല ജാനു. വളഞ്ഞ നാണം കെടും മോളെ ജാനു. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിനക്ക് വേണ്ടി 100 പേര് വെളിയിൽ നിൽക്കണ്ട. ഇവരെയൊന്നും നോക്കണ്ട, മതി കോൺഫിഡൻസ്. എൻ്റെ മഹാദേവ കാത്തോളനെ, കുരിശുമല്ലി മാതാവേ മിന്നിച്ചേക്കണേ. ഞാൻ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ടല്ലേ, എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. സോറി ആൻഡ് താങ്ക്സ്. ഇവിടെക്കാരൻ ഞാനായി ശശി. അല്ല, ഇത് മൊത്തം ഗൂഗിൾ ആയിട്ടല്ലേ? ഇത് ടീച്ചറാണ്ട് പിടിക്കും, നിനക്ക് വലിയ പണിയാവണ്ടാ. അങ്ങനെയൊന്നുമില്ല, എഴുതിയ പോലെ ഗൂഗിളാണോ ഫേസ്ബുക്കാണോ നോക്കില്ല. ആ പരട്ട ടീച്ചറെ ഗൂഗിൾ ഏതാ സ്വയം എഴുതിയതാ കണ്ടാൽ മനസ്സിലാവും. നല്ല സത്യസന്ധമായിട്ട് നമ്മൾ സ്വയം എഴുതണമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ. പിന്നെ പറയുന്ന ആള് വലിയ സത്യസന്ധത. ഫുൾ ChatGPT അല്ലേ മകളെ? കണ്ടുപിടിച്ച് കളി. ഇപ്പൊ അവിടുന്ന് കയ്യടാ.
them in unpredictable and in the same order in which they want the services or resources to execute. So what is made possible by CloudFormation? Using CloudFormation, you could create a repeated task. നന്മയ്ക്കും കൺകണ്ട ദൈവമായി ആകാശത്തോടെങ്ങു പറക്കാം ഐറ്റക്കിൽ ജാലമായി അറ്റം ബോംബേറുമായി മിക്കൽ മിരാക്കിൽ നാം കൂതി ഇത് സത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാകണ്ട. അച്ചോ എൻ്റെ കുട്ടി ഉറങ്ങാണോ? അച്ചടാ എന്ത് ക്യൂട്ട് എൻ്റെ കുട്ടി. പക്ഷേ ടൈമിങ് ശരിയില്ല. ഞാനിവിടെ പ്രാന്തത്തെ ക്ലാസ് വെക്കുമ്പോൾ കിടന്ന് ഉറങ്ങണം. ഒരു ചവിട്ടൊന്ന് കൊടുത്താലോ? വേണ്ട, എൻ്റെ കുട്ടി ഞാൻ അതിനെ പറഞ്ഞ കാര്യമില്ല. ഈ ടീച്ചറിനെ പറഞ്ഞ പോരെ. എന്തിനു പറയണു? റഷ്യസിനെങ്കിലും വന്നാൽ പോലെ ഉറങ്ങും. അങ്ങനത്തെ ക്ലാസ് എടുക്കണം. ബ്ലഡി ഫുൾ ഗ്രാമവാസി. ഒരു ചെറിയ പണി ഇങ്ങോട്ട് തരാട്ടാ. താങ്ക് യു സ്റ്റുഡൻറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ ബാക്കി ചെയ്യാം നമുക്ക്. വാട്ട് എ ടൈമിങ്. ഐഡിയ വരുന്നു, ബെല്ലടിക്കുന്നു, ടീച്ചർ പോണു. അടിപൊളി. ഒന്ന് സൗണ്ട് ശരിയാക്കട്ടെ. ഹലോ ടീച്ചർ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. അത് ഞാൻ ബുക്കിൽ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ നോക്കി. അത് അതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ ചിരിക്കണേ. മിസ് കൃഷ്ണപ്രിയ, എന്ത് പിച്ചും പെയ്യാണ് താൻ പറയണത്? അത് മാഡം വിളിച്ചിട്ട് ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. ശ്രദ്ധയില്ലാണ്ട് അവിടെ നോക്കിയിരുന്നിട്ട് ഇതെന്നെ മനസ്സിലാവും ക്ലാസ് ശ്രദ്ധിക്കില്ല നീയൊക്കെ. അല്ലപ്പല്ലാതി ജാനു. കൃഷ്ണപ്രിയ, എന്നെ കാണാൻ നീ സ്റ്റാഫ് റൂമിൽ വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. യെസ് ടീച്ചർ. എന്താ വരുന്നു? തെണ്ടി ജാനു, എന്നെ പെടുത്തല്ലേ നീ? അല്ലവലാതി, ഞാൻ നിനക്ക് വന്നിട്ട് വെച്ചിട്ടുണ്ട്. നീ 10 മിനിറ്റുള്ളിലെത്തില്ല. അന്ന് ഞാനൊരു കാര്യം ചെയ്യാം. 11 മണിക്ക് ഞാനും ഇറങ്ങാം കോളേജ്. എനിക്കൊന്ന് ബോറടിച്ച് കോളേജിലിരിക്കാൻ. ഹാഫ് ഡേ ലീവ്, സുഖമായിട്ടിരിക്കുക, പഠിക്കണ്ട. നീ മാത്രമല്ല കാർത്തികയും കണക്ക് അവളും ലീവ് എടുത്തിരിക്കേ ഫുള്ളായിട്ട്. നീയുമില്ല കാർത്തികയില്ല. അവളാണ് 3 ദിവസം തൊട്ട് പൂച്ചന്റെ പേരും പറഞ്ഞുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണല്ലോ. ഒറ്റയ്ക്ക് വരുന്നൊക്കെ കൊള്ളാം, സൂക്ഷിച്ചിട്ടാ. പല അല്ലാതെകളും പിന്നാലെ നീ മൈൻഡാക്കാൻ നിൽക്കണ്ട. എസ്പെഷ്യലി ആ തരുൺ നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കിയിരിക്കുക. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ? എനിക്കാരും പേടിയൊന്നുമില്ല. അത് ഞാൻ കണ്ട. നിന്റെ ഓട്ടം ഹുസൈൻ ബോൾട്ടിനെ വരെ തോൽപ്പിക്കാൻ അത്ര സ്പീഡിലായിരുന്നു അവനെ കണ്ടിട്ട്. എനിക്കറിയാം നിനക്ക് അവനെ പേടിച്ച് ഓടിയതല്ലേ നീ. ഞാൻ അവനെ കിട്ടുന്നില്ല പേടിച്ചിട്ട് ഓടിയത്. നീ ഉള്ളതുകൊണ്ടായിരുന്നു ഞാൻ തരുണിന്റെ മുന്നിൽ ഓടിയത്. ഞാൻ ഓടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അവൻ അറിഞ്ഞത് തന്നെ. അറിഞ്ഞിട്ടുണ്ടാവും. അവനെ നന്നായിട്ട് മനസ്സിലായിട്ട് നിനക്ക് അവനെ പേടിയാണ്. നിന്റെ ഓട്ടത്തിൽ തന്നെ ഉണ്ട് നിനക്ക് പേടിയാണ്. എനിക്ക് കണ്ടിട്ട് ചിരി വന്നിട്ട് പാടില്ലായിരുന്നു. അധികം ചിരിക്കല്ലേ. ഈ ജാനകി മഹാദേവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ നീ സ്കൂട്ടി എടുത്തോ. 10 മണിക്ക് വരേണ്ടതല്ലേ. എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. നേരെ ആക്കണ്ട, വേഗം പോവാ. നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് എൻട്രി കൊടുക്കാൻ. എന്നിട്ട് ഞാൻ തിരിച്ചു വരും. നീ അപ്പോഴേക്കും വേഗം എത്തണം കേട്ടാ. എന്നിട്ട് വേണം നമുക്ക് കാർത്തികയുടെ വീട് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. മറക്കണ്ട, വേഗം വരണേ. അപ്പം ഓക്കെ, സൂക്ഷിച്ച് പോയിട്ട് വരണേ. വീട്ടിലെത്തിയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കി. ഐ വാണ്ട് ഹർ ഇൻ എനി കോസ്റ്റ്. നാളെ ഈ സമയത്തിനുള്ളിൽ അവൾ എൻ്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ നാളെ അവൾ സൂര്യാസ്തമാനം കാണില്ല. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. നോ മെൻഷൻ. തള്ളനെ എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. വാടനവിട്ട് കാര്യം ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നു. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ ജാനു. എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യം പറയണ്ടേ. 3ാമത്തെ എപ്പിസോഡ് ലാഗ് ചെയ്യാൻ കാരണം ഫസ്റ്റ് മടി, ജലദോഷം, ചുമ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഞാനും അവളും വേറെ വേറെ സ്ഥലത്താണെങ്കിൽ പോലും ഈ ജലദോഷം ഒരുമിച്ചിട്ട് വരെ ആ ടെലിപ്പതി തന്നെ. ജലദോഷം മാത്രമല്ല, പനി തൊട്ടെല്ലാം. ഇനി ഒരു മാത്രം മാറ്റമുണ്ട്. എക്സാം. അവൾക്ക് എക്സാം ഉണ്ടപ്പോൾ എനിക്കുണ്ടാവില്ല, എനിക്കുണ്ടാവുമ്പോൾ അവൾക്കില്ലാവില്ല. അതൊരു പ്രോബ്ലമാണ്. 4ാമത്തെ റീസൺ നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഞങ്ങൾക്ക് സങ്കടം കിട്ടും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. സജഷൻസ് പോലും കമൻറ്റ് ചെയ്യണം. അതാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ ബാക്ക് ബോണും. സോ പ്ലീസ്. അടുത്ത എപ്പിസോഡാണ് തൊട്ടാണ് ഈ സ്റ്റോറിൻ്റെ റിയൽ എൻട്രി തുടങ്ങുന്നത്. അതുവരെ ബൈ ബൈ, സീ യു സൂൺ.